എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ദിവസം പുതിയൊരു കഥയുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും തന്നെ ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിന്, അതായത് ഭഗവാൻ പറഞ്ഞ ഭഗവത്ഗീതയിലെ ഓരോ വാക്യങ്ങളും നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി, അതായത് ഭഗവത്ഗീത വായിക്കുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ ഓരോ വ്യക്തിക്കും മനസ്സിലാകും അത് എന്തുമാത്രം അർത്ഥവത്തായിട്ടുള്ളതാണെന്ന്. അത് നമ്മുടെ ഭാരതീയർക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം തന്നെയാണ്. നമ്മുടെ പല അവതാരങ്ങളും ഭാരതത്തിലാണ് അവതരിച്ചത്. നമ്മുടെ ഭാരതം അത്രയും ശ്രേഷ്ഠതരമാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ ഒട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതുമില്ല. അത്രയും പരിപാവനമായൊരു ഭൂമിയാണ് നമ്മുടെ ഭാരതം. ഭാരതത്തിൽ ദൈവങ്ങൾ അവതരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രമാത്രം പുണ്യം നിറഞ്ഞ ഒരു ഭൂമിയായി ട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അതായത് നമ്മുടെ സങ്കല്പത്തിൽ അപ്പുറമാണ് ഭാരതം എന്ന ഭൂമി. അതായത് നാം ജീവിക്കുന്ന ഈ മണ്ണ് തന്നെ, ഈ മണ്ണിൽ ഭഗവാൻ, നമ്മളെല്ലാം പൂജിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ വന്നു ജീവിച്ചു നമുക്ക് വേണ്ടിയിട്ട്. ആ മണ്ണിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയാതെയാണ് നമ്മൾ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നതും നീയാണ് വലുത് ഞാനാണ് വലുത് എന്നിങ്ങനെയുള്ള സംവാദങ്ങൾ. അതുമാത്രമല്ല, എനിക്ക് പദവിയുണ്ട്, എനിക്ക് പണമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ധാർഷ്ട്യത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്നു. പക്ഷേ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഒരു ഇടയബാലൻ, അല്ലെങ്കിൽ കന്നുകാലികളെ മേയ്ക്കുന്ന ഒരു ആളായിട്ടാണ് ജീവിച്ചത്. ഒരിക്കലും ഒരു രാജാവിനെ പോലെയല്ല ഭഗവാൻ ഇവിടെ ജീവിച്ചത്. രാജാവായിരുന്നപ്പോൾ പോലും, രാജാവായി ദ്വാരകാധീശനായിരുന്നപ്പോൾ തന്നെയും ഭഗവാൻ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരോടൊപ്പം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. വേറെ ഒന്നും, ഒരു ഉദാഹരണവും വേണ്ട. നമ്മുടെ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ തേരാളിയായിരുന്നു. അതായത് രഥം വലിക്കുന്ന തേരാളിയായിട്ടാണ് മഹാഭാരത യുദ്ധത്തിൽ വന്നു ചേർന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ഭഗവാൻ അവിടെ താഴെത്തട്ടിൽ നിൽക്കുന്നവരോട് പോലും ഭഗവാൻ താതാത്മ്യം പ്രാപിക്കുന്നു. അതായത് ഒരു രാജാവായിരിക്കെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രഥം വലിക്കുന്ന സാരഥിയായി മാറിയിരിക്കുകയാണ് അന്ന്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം, നമ്മുടെ ഇത്ര വലിയ ഡിഗ്നിറ്റി, അല്ലേ, ഉയർന്ന പദവിയിലുള്ളവരൊക്കെ നമ്മുടെ താഴെത്തട്ടിലുള്ളവരുടെ അടുത്തേക്ക് ഇറങ്ങി വരാൻ തന്നെ വലിയ മടിയാണ്. നമ്മളിപ്പോൾ ഒരു മന്ത്രിയെ കാണാൻ പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ ഉയർന്ന പദവിയിലുള്ള ഒരു ഡയറക്ടറെയോ ഏതെങ്കിലും വലിയ ഓഫീസിൽ പോകുമ്പം അവരോടൊത്തൊന്ന് സംസാരിക്കാൻ പോലും സാധാരണ ജനങ്ങൾക്ക് സാധിക്കില്ല. ഒരു മന്ത്രിയെ കാണാനാണെങ്കിൽ സാധാരണ ജനങ്ങൾ അവരുടെ PAയോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്ത് ഒരു കത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ, അതും കത്ത് കൊടുത്താൽ ആ കത്ത് അവരുടെ അടുത്തേക്ക് എത്തത്തില്ല. സാധാരണ ജനങ്ങളെയൊന്നും ആർക്കും ആവശ്യമില്ല. അവർ വോട്ടെടുക്കുക, അങ്ങ് പോവുക, അവരുടെ ജോലി അതോട് കഴിഞ്ഞു. പിന്നെ അവരെന്ത് അനുഭവിക്കുന്നു, എന്ത് വേദനയാണ് സാധാരണ ജനങ്ങൾക്കുള്ളത് എന്ന് ഒരു മന്ത്രിമാരും, ഒരു വലിയ പദവിയിലിരിക്കുന്ന ഒരാൾ പോലും സാധാരണ ജനങ്ങളുടെ വിഷമം മനസ്സിലാക്കുന്നില്ല. പക്ഷേ നമ്മുടെ പൈതൃക പുസ്തകങ്ങൾ, നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃക സമ്പത്ത്, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ കൂടി നമ്മൾ അറിയുമ്പോൾ എന്തുമാത്രം സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ഭഗവാൻ, അതായത് ഒരു രാജാവ്
സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വന്ന് സാധാരണ ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരാളായി മാറി. ഇതെല്ലാം കണ്ടുപഠിക്കേണ്ടതാണ് നമ്മൾ. പക്ഷേ ഇതൊന്നും നമ്മൾ കണ്ടിട്ടും കാണാത്ത രീതിയിലാണ് പോകുന്നത്. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന ഒരു ചെറിയ കഥയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും, അതായത് ഞാനിപ്പം തെറ്റാണ് ചെയ്യുന്നതെങ്കിലും ഞാൻ ചെയ്യുന്ന തെറ്റുകൾ ആരോടും പറയാൻ ആർക്കും ഇഷ്ടമല്ല. ഞാൻ തെറ്റാണ് ചെയ്യുന്നത് എന്ന് പോലും ആരും പറയില്ല. തെറ്റ് ചെയ്താൽ പോലും അത് ശരിയാണെന്ന് അവരവിടെ വരുത്തി തീർക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇങ്ങനെയുള്ള കഥകളിലൂടെ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും നമ്മുടെ പൈതൃകത്തെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെയുള്ള ഒരു ഭഗവാൻ ഇവിടെ അവതരിച്ചിട്ടുണ്ടെന്നും ഭഗവാൻ സാധാരണ ജനങ്ങൾക്ക്, നമ്മളെപ്പോലുള്ള എല്ലാ ചരാചരങ്ങൾക്കും, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങൾക്കും അധിപനായിട്ടുള്ള ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചത് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ കഥയുമായിട്ട് ഞാനിവിടെ വന്നത്. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത്, അതായത് നമ്മുടെ ത്രേതായുഗത്തിൽ ശ്രീരാമനും സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയിട്ട് ശ്രീരാമൻ യുദ്ധം ചെയ്തു, സീതയെ മോചിപ്പിച്ചു, തിരിച്ചു കൊണ്ടുവന്നു. ആ സമയത്ത് ഒരു ശ്രീരാമൻ തിരിച്ച് രാജാവായി രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ശ്രീരാമൻ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമായിരുന്നു. അപ്പം ഓരോരുത്തർക്കും എന്തൊക്കെയാണ്, അതായത് സാധാരണ ജനങ്ങളുടെ ഒരാളായിട്ട് വേഷം മാറി ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജനങ്ങളുടെ ഹിതം അറിയാനായിട്ട് രാജാവ് ഭഗവാൻ ഇങ്ങനെ പോകുന്ന ഒരു സമയത്ത് ഒരു അലക്കുകാരൻ തൻ്റെ ഭാര്യയോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഭഗവാൻ കേട്ടു. നീ ദുഷ്ടയാണ്, വേറൊരാളുടെ വീട്ടിൽ കഴിച്ചുകൂട്ടി തിരിച്ചു വന്നിരിക്കുന്ന നിന്നെ ഞാനിവിടെ താമസിപ്പിക്കുകയില്ല. രാമൻ സ്ത്രീലംബടനായതുകൊണ്ടാണ് സീതയെ തിരിച്ചു കൊണ്ടുവന്ന് രാമൻ്റെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ എന്നെ കിട്ടില്ല. ഞാൻ അങ്ങനെ നിന്നെ ഇവിടെ ജീവിപ്പിക്കില്ല. നിനക്ക് ഇവിടെ നിന്ന് പോകാം. ഇങ്ങനെ ഒരു വാക്ക് ഒരു അലക്കുകാരനാണ് തൻ്റെ ഭാര്യയോട് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് രാമൻ തിരിച്ചു വന്നു തൻ്റെ സീതയെ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു അലക്കുകാരൻ ഇങ്ങനെ പറഞ്ഞത് രാമൻ്റെ ഉള്ളിൽ വളരെയധികം വേദന ഉളവാക്കി. അപ്പം രാമൻ തിരിച്ച് അയാളെ കൊല്ലണം എന്നൊക്കെ തോന്നി. പക്ഷേ രാമൻ അത് ചെയ്യാൻ സാധിക്കില്ല. തൻ്റെ തെറ്റാണ് അയാൾ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയ രാമൻ സീതയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ആ ഒരു അലക്കുകാരൻ തിരിച്ച് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ അവതാര സമയത്ത് മധുരയിൽ ഒരു രചകനായി ജനിക്കുകയായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ മധുരാപുരി കാണാനായിട്ട്, അതായത് കംസൻ്റെ ആജ്ഞപ്രകാരം മധുരയിലേക്ക് പ്രവേശിക്കുന്ന ശ്രീകൃഷ്ണൻ ഒരു മധുരയിലെ പട്ടണത്തിൽ കയറിയപ്പോഴത്തേക്കും പല പല കാര്യങ്ങളിങ്ങനെ കാണുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു അലക്കുകാരനെ കാണുന്നത്. ആ അലക്കുകാരനോട് ഭഗവാൻ ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ ഒരുപാട് നല്ല വസ്ത്രങ്ങളുണ്ടല്ലോ, നീ അത് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പിന്നെ അഹങ്കാര സ്വരത്തിൽ പറയുകയാണ്, ഇങ്ങനത്തെ വസ്ത്രങ്ങളൊന്നും നിങ്ങൾക്ക് ധരിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അച്ഛനും മുത്തച്ഛന്മാരൊന്നും ഒരിക്കലും ഈ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ ഇവിടെ നിന്ന് പൊക്കോ, അല്ലെങ്കിൽ നിന്നെ ഈ വസ്ത്രം മോഷ്ടിക്കാൻ വന്ന ആളായി ഞാൻ കംസൻ രാജാവിനോട് പറഞ്ഞു കൊടുത്തിട്ട് നിന്നെ തുറങ്കിലടയ്ക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഭഗവാന്, അതായത് ത്രേതായുഗത്തിൽ ശ്രീരാമൻ അന്ന് ഭഗവാൻ ഉണ്ടായിരുന്ന ആ അമർഷം ഇന്ന് വീണ്ടും അയാളിൽ അത് കാണുകയാണ്. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? തൻ്റെ കൈവിരലിൻ്റെ അഗ്രഭാഗത്താൽ
അയാൾ തല ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് തല ഇങ്ങനെ വേരോടെ ഇങ്ങനെ പിഴുതെടുക്കുകയാണ്. പിഴുതെടുത്ത് അയാൾ അവിടെ നിഗ്രഹിക്കുകയാണ്. അപ്പോൾ അയാളുടെ ദേഹത്ത് നിന്നും ഒരു തേജസ് വന്ന് ഭഗവാനിലേക്ക് ലയിച്ചു. അയാൾ കൊണ്ടുവന്ന വസ്ത്രങ്ങളെല്ലാം നാലുപാടും ചിതറിപ്പോവും. അപ്പം ഇതാണ് അതായത് ഒരാൾ വിരോധഭാവത്തിൽ ഭഗവാനെ നേരിടുകയാണ്. എന്നാൽ പോലും അയാൾ പറഞ്ഞ കാര്യത്തിന് തക്കതായ ശിക്ഷ കൊടുക്കുകയും തിരിച്ച് അയാൾക്കൊരു മോക്ഷപദമാണ് ഭഗവാൻ അവിടെ കൊടുത്തത്. അതായത് അയാളെ തന്നിലേക്ക് തന്നെ ലയിപ്പിച്ച് ചേർക്കുകയാണ് അവിടെ ചെയ്തത്. ഒരു വശത്ത് നീതി നടപ്പാക്കുകയും മറുവശത്ത് അയാൾക്ക് മോക്ഷം കൊടുക്കുകയുമാണ് ഭഗവാൻ ചെയ്തത്. ആലോചിച്ച് നോക്കൂ, ഇപ്പോഴത്തെ മന്ത്രിമാർ, സാധാരണ ജനങ്ങൾ, ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിഞ്ഞു പോലും നോക്കാറില്ല. അവരെങ്ങനെ പോയാലും കുഴപ്പമില്ല. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അവരുടെ തെറ്റ് തിരുത്തി അവരെ മോക്ഷപദത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ധർമ്മം കൂടിയാണ് അവിടെ നിറവേറ്റിയത്. ഇതിൽ നിന്നും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അർപ്പണ മനോഭാവത്തോടെ, അല്ലെങ്കിൽ നമ്മൾ അതിയായ ഭക്തിയിൽ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ കാണുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി നാമം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വെച്ചിട്ട് നാമം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിൽ വേണ്ടാത്ത ദുഷ്ടചിന്തകൾ വെച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല. എല്ലാവരോടും സ്നേഹം, സഹകരണം, സഹാനുഭൂതി, എല്ലാവരോടും, എല്ലാ സഹജീവികളോട് പോലും നമ്മൾ ആ രീതിയിൽ പെരുമാറിയിട്ട് നമ്മൾ ഒരു നേരമെങ്കിലും ഭഗവാനെ ഒന്ന് വിളിച്ചാൽ തീർച്ചയായും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാവും. നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല. അതാണ് നമ്മുടെ ഈ പൈതൃക പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് അതായത് ഒരാളെ നിന്ദിക്കുന്നുമില്ല. അഥവാ നിന്ദിച്ചാൽ തന്നെയും അവർക്ക് അതിൻ്റേതായ ഒരു തിരിച്ചൊരു നല്ലത് അവർക്ക് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഭഗവാൻ കാട്ടിത്തരുന്നത്. അതുകൊണ്ട് എല്ലാവരും കുറച്ച് നേരമെങ്കിലും ഭഗവാന്റെ നാമങ്ങൾ പറയുക. കൂടാതെ ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. ഇതുപോലുള്ള സത്സംഗങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് കേൾക്കുക. എങ്ങനെയായാലും നല്ല കാര്യങ്ങൾ കേൾക്കുക, ചെയ്യുക, പ്രവർത്തിക്കുക, മറ്റുള്ളവരുടെ പുരോഗമനങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുക, ആരെയും തള്ളി താഴെ ഇടാതിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ല മനസ്സിന് ഉടമകളാകട്ടെ, എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.